ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുക്കറിൽ ഒറ്റ വിസിലിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ മന്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നെയ്യും ഓയിലും ഈക്വലായിട്ടാണ് എടുക്കുന്നത്. രണ്ടും 2 സ്പൂൺ വീതം. ചൂടായ ഓയിലിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് എന്നിവ ചേർക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഇതിലേക്ക് ആഡ് ചെയ്യുക. ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന 2 സവോള, 2 വലിയ തക്കാളി നുറുക്കിയത് എന്നിവയും ചേർത്ത് നന്നായി വഴറ്റുക. 3 ടേബിൾ സ്പൂൺ നാളികേരം, 3 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി അല്ലി എന്നിവ നന്നായി അരച്ചെടുത്ത കൂട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായി ഇളക്കി സ്റ്റീമൊക്കെ കയറി പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി ഉപ്പൊക്കെ എല്ലായിടത്തും നന്നായി പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ കൂട്ടെല്ലാം കൂടി നന്നായി തിളച്ച് വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ നാരങ്ങാ നീര് ഇത്രയും പുരട്ടി 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ബസ്മതി റൈസിന് ആവശ്യമുള്ള വെള്ളം കൂടി ആഡ് ചെയ്യണം. ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. സാധാരണ 3 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. എന്നാൽ ഈ കൂട്ടിൽ കുറച്ച് വെള്ളം ഉള്ളതിനാൽ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഉപ്പ് കുറവുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. കുറവുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കുക്കർ അടച്ച് വെയിറ്റ് ഇട്ടതിന് ശേഷം ഒറ്റ പ്രഷർ വന്നാൽ മതി. അന്നേരമേ ഓഫ് ചെയ്യണം. പ്രഷർ നന്നായി പോയതിന് ശേഷം തുറക്കുക. എന്തൊരു നല്ല സ്മെല്ലാണ്. പ്രോൺസിൻ്റെയും ബസ്മതി റൈസിൻ്റെയും എല്ലാം കൂടി കപ്പലോടുന്ന സ്മെല്ലാണിതിന്. അപ്പോൾ കഴിച്ചു നോക്കിയാലോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.